ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അയില ഉള്ളി ഇട്ട് വറ്റിച്ചതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അയില ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, ചുമന്നുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, കുടംപുളി. ഇത് വളരെ ഈസി ആയിട്ടുള്ള കുക്കിംഗ് ആണ്. സാധാരണ നമ്മൾ തേങ്ങയൊക്കെ ആയിട്ടാണ് ഉള്ളി ഇങ്ങനെ മീൻ പറ്റിക്കുന്നത്. ഇത് നമ്മൾ ചുമന്നുള്ളിയിലാണ് ഇതിൻ്റെ മുഴുവൻ ഗ്രേവി നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഏകദേശം 1/2 കിലോ ചുമന്നുള്ളിയാണ്. 2ആയിട്ട് പിളർന്ന ചുമന്നുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് ചതച്ചത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഏകദേശം 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അല്പം പച്ചമുളക്, ഒരു 2-3 പച്ചമുളക്. ഇതെല്ലാം ഇട്ടത് കൊണ്ട് നല്ല എരിയാണെന്ന് വിചാരിക്കരുത്. ശരിക്കും എല്ലാം അതിൻ്റെ ഒരു പാകത്തിന് ഇട്ടാൽ മതിയാവും. അല്പം കറിവേപ്പില, നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ മീനൊക്കെ നമ്മൾ പറ്റിക്കുന്നത് തേങ്ങാപ്പീര ഇട്ടാണ് പറ്റിക്കുന്നത്. ഇതിന് പകരം നമ്മൾ ചുമന്നുള്ളി, തേങ്ങ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചുമന്നുള്ളി, കൊളസ്ട്രോൾ എന്നൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഡിഷാണിത്. ആരോഗ്യത്തിനും പറ്റിയൊരു ഡിഷാണ്. നമ്മളിത് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് പരട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ വെള്ളം ഒന്ന് ആ ഉള്ളിയുമായിട്ട് ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ഈ ചുവന്നുള്ളി ഇപ്പം നല്ലതായിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് പാകത്തിലെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന അയില നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈ മീനൊന്ന് ആ ഉള്ളിയുമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊരല്പം വെയിറ്റ് ചെയ്യും. ഉള്ളിയിട്ട് വച്ചത് നമ്മൾ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. മാറുന്നതിന് മുൻപായിട്ട് നമുക്കൊരല്പം കറിവേപ്പില ഇതിന് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഒരല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അയില ചുവന്നുള്ളി ഇട്ട് വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരല്പം കറിവേപ്പില ഇട്ടതൊന്ന് കാണിച്ചു ചെയ്യാം. അയില ഉള്ളി ഇട്ട് വേവിച്ചത് റെഡിയായി. തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. കുടംപുളിയൊക്കെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ടുള്ളതാണ്. മീൻ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതുമാണ്. ചുവന്നുള്ളി വെച്ചിട്ട് നമുക്കിത് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഡിഷാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്തു.